അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാൻ വെച്ച് നിങ്ങൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ലോസിനൊരു പ്ലാൻ. അതാണ് ഇപ്പോൾ എപ്പോഴും പറയും, ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൗ മച്ച് യു ക്യാൻ ലൂസ് എന്നാണ്. എനിക്ക് വലിയ ലോസ് വന്നിട്ടുണ്ട്. ഞാൻ 3 വർഷം പിടിച്ചു എൻ്റെ ആ വലിയ ലോസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. 3 വർഷം ആലോചിച്ചു. ഞാൻ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. നമ്മുടെ പ്ലേ സ്റ്റോറിലായാലും ആപ്പിൾ സ്റ്റോറിലായാലും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആപ്പുകൾ എന്ന് പറഞ്ഞ് കുറേ അധികം ആപ്പുകളുണ്ട്. ഇതൊക്കെ സേഫ് ആണോ? ഇതിനകത്തുനിന്ന് ലിസ്റ്റഡ് അല്ലാത്ത ആപ്പുകളിൽ പൈസ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ട്രേഡിംഗ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കാണും. പുതിയതായിട്ട് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കാണും. അങ്ങനെയുള്ള പലർക്കും വേണ്ടി നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീരീസാണ്. ഈ ട്രേഡിംഗ് രംഗത്ത് അറിഞ്ഞതും അറിയാതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഭയങ്കരമായിട്ട് പ്രശസ്തരായിട്ടുള്ളവരും എന്നാൽ പറയാതെ തന്നെ നല്ല പോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുടെ പുതിയ ഒരു സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഗസ്റ്റ് നമ്മളോടൊപ്പം ഇന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മുൻ പ്രോപ്പ് ഡെസ്ക് മാനേജറായിട്ടുള്ള വിഷ്ണുഗുപ്തൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. ഇങ്ങനെ പോകുന്നു. ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നടക്കുന്നു. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ചേട്ടാ, എന്താണ് ഈ ട്രേഡിംഗ്? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പല ട്രേഡിംഗും കാണുമല്ലോ. നമുക്ക് ഇപ്പം ഒരു കച്ചവടമൊന്നും നമ്മളെ ലോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു സാധനം വാങ്ങിച്ച് ഒരാൾക്ക് വിൽക്കുന്നു, അയാൾ വാങ്ങുന്ന ആൾ നമുക്ക് പൈസ തരുന്നു, നമുക്ക് പൈസ കിട്ടുന്നു. ദാറ്റ്സ് കാൾഡ് ട്രേഡിംഗ്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ പോകും. ലോകത്തെല്ലാം ട്രേഡിംഗ് ആണ്. എവരിത്തിങ് ഈസ് ട്രേഡബിൾ എന്ന് പറയും. ട്രംപ് കാണിക്കുന്ന വെനിസ്വലയിൽ നിന്ന് ഒരു ഓയിൽ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വിൽക്കാൻ പോകുന്നു. ദാറ്റ്സ് ഓൾ ട്രേഡിംഗ്. സോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പ്യൂർലി ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സുകളിൽ നമ്മൾ ട്രേഡ് ചെയ്ത് അതിൻ്റെ ലാഭവിഹിതം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ട് ട്രേഡിംഗ് എന്താണെന്ന് പഠിച്ചു. പക്ഷേ ഈ ട്രേഡിംഗ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ടുള്ള ഒരു 2-3 ഇയേഴ്സ് ആയിട്ടാണ്. അതിനു മുൻപും ട്രേഡിംഗ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ ട്രേഡിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്? ട്രേഡിങ്ങിൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലിപരമായിട്ട് 2006 സ്റ്റാർട്ട് ചെയ്തതാണ് ട്രേഡിങ്ങിലേക്കുള്ളൊരു ജോലി വന്നത്. അപ്പം ആ ജോലി വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു അത്യാവശ്യം നീഡി ആയിട്ടുള്ള ഒരു ജോബായിരുന്നു. ദെൻ അത് ബിക്കെയിം പാഷൻ ബിക്കെയിം പെർസിസ്റ്റൻസ്. അങ്ങനെ കറങ്ങി അവസാനം ഇതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് കാരണം ഞാൻ ആ പ്രൊഫഷണൽ രീതിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ജോലിയെ സാറ്റിസ്ഫൈഡ് ആക്കി അതിൽ നിന്നൊരു പാഷൻ കണ്ടെത്തിയാണ് ഞാൻ എൻ്റെ ട്രേഡിങ്ങിൻ്റെ നേച്ചറിനെ വളർത്തിയെടുത്തത്. അത്രേ ഉള്ളൂ. ഈ മുൻ പ്രോപ്പ് ഡെസ്ക് മാനേജർ എന്ന് പറഞ്ഞു. എന്താണ് ഈ പ്രോപ്പ് ഡെസ്ക്? അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേൾക്കുന്നത് ട്രേഡിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണ്. ഈ പ്രോപ്പ് ഡെസ്ക് എന്താ? പ്രോപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി ഡെസ്ക് എന്ന് പറയും. അത് 2021 ശേഷമൊക്കെയാണ് ആൾക്കാർ ഈ പ്രോപ്പ് ഡെസ്കിനെ കുറിച്ച് കേട്ട് തുടങ്ങിയത്. അത് പല ആൾക്കാരുടെ റീസെൻ്റായി വന്ന ഇൻ്റർവ്യൂസ്. പ്രോപ്പ് ഡെസ്ക് എന്ന് പ്യൂർലി ഒരു മൈറ്റി ഹാൻഡായ ഒരു ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ ട്രേഡിംഗ് ഡെസ്ക്കാണ്. അതൊരു പല കമ്പനികൾക്കും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്തൊരു കമ്പനിയിൽ ഒരു പ്രോപ്പ് ഡെസ്ക് എന്ന ഇന്ത്യയിൽ ബേസ് ചെയ്ത ഡെസ്ക് ഉണ്ട്. അപ്പോൾ അതിന് കൃത്യമായൊരു ഫണ്ടുണ്ട്. ഇപ്പം നമ്മളെ നോർമൽ ട്രേഡർ അല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻസ്, അപ്രോച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങി ഒരു ട്രേഡിംഗ് ഡെസ്ക്കാണ്. ഇപ്പോൾ റീറ്റെയിലേഴ്സ് എന്ന് പറയും. ഇപ്പം ഭാവനയൊക്കെ ആയിക്കോട്ടെ, നമ്മളൊരു ഷെയർ വാങ്ങുമ്പോൾ നമ്മളെ പറയുന്ന പേര് റീറ്റെയിലേഴ്സാണ്. അതേപോലെ തന്നെ അവരെന്ന് വെച്ചാൽ മൈറ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രോപ്പ് ഡെസ്ക് എന്ന് പറയും. പ്രൊപ്പറേറ്ററി ഡെസ്ക് എന്ന് വലിയ പേര്, പക്ഷെ നമ്മളതിനെ ചുരുക്കി പ്രോപ്പ് ഡെസ്ക് എന്ന് പറയും. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഗാംബ്ലിംഗ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഗാംബ്ലിംഗ് തന്നെയല്ലേ ഈ ട്രേഡിംഗ്? അല്ല, സെബിയുടെ റിപ്പോർട്ട് പ്രകാരം 93% ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോസാണ്. സ്റ്റിൽ 7% പ്രോഫിറ്റും അല്ലെങ്കിൽ തൊട്ടില്ല എന്ന രീതിയിൽ പോകുന്നുണ്ട്. സോ അത് ഗാംബ്ലിംഗ് ആക്കുന്നത് നമ്മളാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കാസിനോ ഒരു ഗാംബ്ലിംഗ് എന്ന് പറയുന്നുണ്ട്. കാസിനോ വിജയിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലേ? ഒരു ഗാംബ്ലിംഗ് അല്ല, അതിനെ കൃത്യമായ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ ഒരു ഗാംബ്ലിംഗും ഇല്ല. ഫോർ എക്സാമ്പിൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഷെയർ ഒരു 5 വർഷം മുമ്പേ ആ ഷെയറിൻ്റെ വില എത്ര കിടന്നു, ഇപ്പോഴത്തെ ഷെയറിൻ്റെ വില എത്രയുണ്ട്? ജസ്റ്റ് നോക്കിയാൽ മതി. ഒന്നും വേണ്ട. നിങ്ങൾ എപ്പോഴും അദാനി എന്ന് പറയും. അദാനിയുടെ 5 വർഷം മുമ്പുള്ള ഷെയറിൻ്റെ വില എടുത്ത് നോക്ക്, ഇപ്പോഴത്തെ വില എടുത്ത് നോക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗാംബ്ലിംഗ് എന്ന് പറയാൻ പറ്റുമോ? ഒരു കമ്പനിയുടെ ഗ്രോത്തിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ഗ്രോത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് ഗാംബ്ലിംഗ്. പക്ഷേ അതിൽ നമ്മൾ ഗാംബിൾ ചെയ്യാൻ പോകും. അതായത് ഇന്ന് നാളെ ഇപ്പം ട്രംപ് നാളെ ഒരു ബോംബിടും, ഇന്ന് എനിക്ക് കുഴപ്പമില്ല, ഇന്ന് ഈ ട്രംപ് ബോംബിടുന്ന ഇവിടെയാണെങ്കിൽ ഇവിടെ എനിക്ക് കുഴപ്പമില്ല, പൈസ കിട്ടും, ഞാൻ അവിടെ ഒരു സാധനം വാങ്ങിച്ചിടാന്ന് അല്ലെങ്കിൽ വിൽക്കാന്ന് പറയും. അത് ഗാംബ്ലിംഗ് ആണ്, ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ്. അതിനെ നമ്മൾ പ്യൂർലി ഗാംബ്ലേഴ്സ് എന്ന് പറയും. അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഈ 93% ട്രേഡിംഗ് സെറ്റപ്പിലും വരുന്നവർ. സോ ട്രേഡിംഗ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഗാംബ്ലിംഗ് അല്ല. എൻ്റെ നഷ്ടകല സമയത്ത് ഞാൻ ഗാംബ്ലിംഗ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് നൗ
ഐ എം എ പ്രൊഫഷണൽ. ഞാൻ ആ രീതിക്ക് മാത്രമേ അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. അപ്പം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങളുടെ ഒരു തീരാ കഥ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ പ്രോപ്പിൽ നിന്ന് ചാടി ഇറങ്ങി. പ്രോപ്പിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമുക്ക് അവിടെ ഒരു മൈറ്റ്, ഒരു ബ്ലൂംബർഗിൻ്റെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ 23 lakhs ഇപ്പോൾ ഇയറാണ്. ഒരു ഡെസ്കിന് ഒരു ടെർമിനൽ കിട്ടും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 5 ടെർമിനൽസ് അതർ കാണും. ഒരു ബ്ലൂംബർഗ് ടെർമിനൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഒരു എനർജി സെക്ടർ ഓയിൽ, ഏതൊക്കെ കമ്പനികളിലെ ഓയിൽ ഷിപ്പുകൾ ഏതൊക്കെ സീല് കിടക്കുന്നുണ്ട്, ഏതൊക്കെ റൂട്ടാണ് അവർ പോകുന്നതെന്നൊക്കെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ടെർമിനൽ കാണും. അപ്പോൾ അതിന് 25 lakhs അർപ്പിച്ച് ഒരു വർഷം നമ്മൾ റെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത്രയുള്ള കാര്യങ്ങളിലൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ വലിയ ട്രേഡറാണെന്ന് വെച്ചു. നല്ല അഹംഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 6 മാസം കൊണ്ട് ആ അഹംഭാവമൊക്കെ കാറ്റത്തില്ല, എവിടെ പോയെന്ന് എനിക്കും അറിഞ്ഞൂടാ, എൻ്റെ വീട്ടുകാർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ലോസ് ഇല്ലാത്ത ഒരു ട്രേഡറും ഒരു ട്രേഡിങ്ങും ആർക്കും ഇല്ല. നിങ്ങൾ ലോകത്തുള്ള ഏത് വലിയ ട്രേഡർ എടുത്താലും ദർ ഈസ് എ ജേണി. അവർക്കൊരു പാസ്റ്റ് വിത്ത് എ ലോസ്റ്റ് എന്ന് പറയും. അത് മാൻഡറ്ററി ആണ്. നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്ന 2 പേരെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയും സെൻസെക്സും ആണ്. നിങ്ങളും അത് നോക്കിയിട്ട് തന്നെയാണോ ചെയ്യുന്നത്? ഞാനൊരു പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണ നിഫ്റ്റി ഇൻഡെക്സ് ട്രേഡ്. നമ്മളതിനെ അവരെ ഇൻഡെക്സ് എന്ന് പറയും. നമ്മൾ ഈ തെർമോമീറ്റർ, ബാരോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നമ്മൾ പറയും ഇന്ത്യ. ഇപ്പോൾ ഇന്നലെയൊക്കെ നിങ്ങൾ മാതൃഭൂമി പേപ്പർ അല്ലെങ്കിൽ മനോരമ എടുത്ത് നോക്കിയാൽ ഓഹരി വിപണി ഇടിഞ്ഞു ട്രംപ് കാരണം. 6,80,000 കോടി രൂപ ആൾക്കാർക്ക് നഷ്ടം വന്നെന്ന് പറയും. 6,80,00,000 കോടി രൂപ ഇറങ്ങി എന്ന് വെച്ചാൽ ഷെയറിൻ്റെ വില ഇറങ്ങി. ട്രംപിൻ്റെ ഒരു താരിഫ്, ഇപ്പോൾ വെനിസ്വേലയുടെ ഓടി കിടന്ന് അയാളുടെ പ്രസിഡന്റിനെ പിടിച്ച് അകത്തിട്ടു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊരു എന്തുവാണ് അതൊക്കെ നമ്മൾ നോക്കൂലേ. ഇപ്പം ദേഹത്ത് പനിയുണ്ടോ നമ്മളങ്ങനെ അറിയാൻ വേണ്ടി തെർമോമീറ്റർ യൂസ് ചെയ്യുമല്ലോ. സെയിം അതേപോലെ മാർക്കറ്റ് കയറിയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് മാത്രമാണ് ഈ സെൻസെക്സ്, നിഫ്റ്റി എന്നൊക്കെ പറയുന്നത്. ഈ ന്യൂസ് അല്ലെങ്കിൽ ഒരിടത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഈ ട്രേഡിനെ ബാധിക്കൂ? നല്ല രീതിയിൽ ബാധിക്കും. നല്ല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ച നല്ല രീതിയിൽ മാർക്കറ്റ് പ്രോഫിറ്റ് താഴേക്ക് ഇറങ്ങി വരുന്ന എന്നെപ്പോലുള്ള ട്രേഡേഴ്സിന് പ്രോഫിറ്റബിളാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ട്രേഡറാണ്. ഞാനിപ്പോൾ ഒരു ഡെറിവേറ്റീവ് ട്രേഡർ എന്ന് പറയും എൻ്റെ വാക്ക് പറഞ്ഞാൽ. അപ്പോൾ ഡെറിവേറ്റീവ് ട്രേഡറെ സംബന്ധിച്ച് മാർക്കറ്റ് ഇറങ്ങുന്നതും കയറുന്നതും ലാഭമുണ്ട്. എനിക്ക് മാർക്കറ്റ് ഇറങ്ങിയാലാണ് കൂടുതൽ ലാഭം കിട്ടുന്നത്. കാരണം ഞാൻ എന്ത് ചെയ്യും, മാർക്കറ്റ് ഇറങ്ങുന്നതിനെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ചെയ്യും. സോ ന്യൂസ് ആൾവേസ് നല്ലതാണ്. പക്ഷേ ന്യൂസിനെ വച്ച് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചത്ത കോഴിയെ വീണ്ടും കൊല്ലാൻ പാടില്ല എന്ന് പറയില്ലേ, ആ അവസ്ഥ വരും. അതുകൊണ്ട് ന്യൂസ് ഈസ് ആൾവേസ് ഇൻട്രസ്റ്റഡ് ടു ദ മാർക്കറ്റ്. പക്ഷെ അതിൽ നമുക്ക് എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഫാക്ടറിനെ കൂടെ നോക്കിയിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ റിസ്ക് ബേസ്ഡ് ആണല്ലോ, പക്ഷേ പലരും ആ ഒരു റിസ്ക് നോക്കാതെ ഇതിനകത്തേക്ക് എടുത്തു ചാടി ട്രേഡിങ്ങിനകത്ത് ട്രേഡ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയുക? എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ പ്രോപ്പിൻ്റെ മാനേജറായിരുന്നു. നല്ല ഡ്രോയിങ് സാലറി ആയിരുന്നു. നല്ലൊരു വലിയൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ചാടി ഇറങ്ങി ആ പൈസ ഇവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലേ അതിനെക്കാട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ച് ചാടി ഇറങ്ങിയപ്പം എനിക്ക് കിട്ടിയ അനുഭവം എന്താണ്? 8ൻ്റെ പണി കിട്ടിയെന്ന് പറയുന്നില്ല, ആ അവസ്ഥയിലായിരുന്നു. പക്ഷേ അതിനൊരു പ്ലാൻ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. കാരണം എൻ്റെ അവിടെ ആ പ്ലാനിൽ എനിക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഫണ്ട് എങ്ങനെയുണ്ട്, കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇവിടെ എനിക്ക് ആ കോമ്പീറ്റ് ചെയ്യാനുള്ള ഫണ്ട് എനിക്കില്ല. അപ്പോൾ എന്ത് പറ്റി? എൻ്റെ പ്ലാൻ വർക്കായില്ല. പ്ലാൻ വർക്കാത്തപ്പോൾ എന്ത് പറ്റി? ലോസ് വന്നു. അപ്പം എപ്പോഴും നിങ്ങളൊരു പ്ലാനോട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം, വീട് വയ്ക്കാൻ പോകുന്ന ഒരാൾ പ്ലാൻ ഉണ്ടാക്കുമല്ലോ. ഇത്ര എസ്റ്റിമേറ്റ് വയ്ക്കുന്നു, 50 ലക്ഷം രൂപ അല്ല 60 ലക്ഷം രൂപ. നമ്മൾ എത്ര എസ്റ്റിമേറ്റ് 50 ലക്ഷം വെച്ചാലും നമ്മളെ കയ്യിൽ നിന്ന് ഇതാവൂലേ? കുറച്ച് വീട് വെച്ച ചരിത്രം മാർക്കറ്റ് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതേപോലെ ട്രേഡിൽ നിങ്ങൾ പ്ലാൻ വയ്ക്കണം. നിങ്ങൾക്ക് നിങ്ങളിൽ ഇത്ര 10 ലക്ഷം രൂപ എനിക്ക് നീക്കിയിരിപ്പുണ്ട്, എനിക്ക് ട്രേഡിങ് പഠിക്കണം. എന്നാൽ എനിക്ക് 10 ലക്ഷം ലോസ് ആയി കഴിഞ്ഞാൽ ഞാൻ അടുത്ത പൈസ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാൻ വെച്ച് നിങ്ങൾ ട്രേഡിങ്ങിന് അപ്രോച്ച് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ലോസിനൊരു പ്ലാൻ. അതാണ് ഇപ്പോൾ എപ്പോഴും പറയും ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൗ മച്ച് യു ക്യാൻ ലൂസ് എന്നാണ്. ഏണിനെ കുറിച്ച് പറയില്ല, ഹൗ മച്ച് യു ക്യാൻ ലൂസ്. ആ ലൂസ് ചെയ്യാനുള്ള പൈസ എത്രയാണെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെച്ച് പ്ലാൻ ചെയ്യാം. ആൾക്കാർ ഇവിടെ വരുന്നത് എപ്പോഴും ഞാൻ പറയും 100-ൽ 80-91% വരും വരുന്നത് ഹൗ മച്ച് ഐ ക്യാൻ ഏൺ, എനിക്ക് എത്ര കിട്ടും. ഞാൻ ഇന്ന് 1 ലക്ഷം രൂപ ഇട്ടാൽ നാളെ എനിക്ക് 2 ലക്ഷം കിട്ടും. അതാണ് അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നില്ല 1 ലക്ഷം രൂപ ഇടുമ്പം 1 ലക്ഷം സീറോ ആയിട്ടും പോവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഹൗ മച്ച് യു ക്യാൻ ലൂസ്. അതൊന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് ആൻസറോടുകൂടി മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ എന്തുവാണ് ഒരു ബാഡ് ഫേസിൻ്റെ ഒരു 50% നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ ക്വിക്ക് ക്യാഷ് എന്നുള്ളൊരു സംഭവമാണല്ലോ. ആ ഒരു കോൺസെപ്റ്റിലാണ് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഹൗ മച്ച് യു ക്യാൻ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സമ്മതിക്കില്ലല്ലോ. അത് അവർക്ക് ഈ പറഞ്ഞ ഭാവന പറഞ്ഞ ന്യൂസ്, ഈ ഫ്ലെയറി ടെയിൽസ് പോലുള്ള കാര്യങ്ങൾ അതേ ചിലപ്പോൾ പറയാം. ഇഷ്ടമുള്ള ആൾക്കാർ വരും. സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു വിളനില മാത്രമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പം എനിക്ക്
ഒരു സെറ്റ് ഓഫ് ട്രേഡേഴ്സ് എൻ്റെ കൂടെ വർഷങ്ങളായി ട്രേഡ് ചെയ്യുന്നവരുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് വരുന്ന കോൾസുകളിൽ ഒരു 70% വരും, സാറേ എനിക്ക് ഇന്ന് പൈസ കിട്ടണം, എനിക്ക് അടുത്ത മാസം എനിക്കൊരു ഇത്ര രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ. ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ, ഞാൻ റീസെൻ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ക്ലയൻറ്റ് അയാൾക്ക് 1.5 കോടി രൂപ ട്രേഡിംഗ് ലോസായി, വെറും സ്പാൻ ഓഫ് 6 months. പുള്ളിയുടെ ആകെപ്പാടെ ഒരു 10 ലക്ഷം രൂപ മിച്ചമുണ്ട്, പുള്ളിക്ക് EMI ഉണ്ട് 1.5 ലക്ഷം രൂപ. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു, സാർ എനിക്ക് ഈ 10 ലക്ഷം രൂപയ്ക്ക് മാസം 1.5 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആലോചിച്ചു, അതായത് 1.5 കോടിയുള്ള ഒരു മനുഷ്യനായിരുന്നത് ഇപ്പം കയ്യിൽ 10 ലക്ഷം രൂപയുള്ളൂ, EMI അടയ്ക്കാൻ 1.5 ലക്ഷം രൂപ വേണം. അപ്പം അവരൊരു പ്ലാനില്ലാതെ അപ്രോച്ച് ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ അതേപോലെ സെയിം സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് കൃത്യമായ ഒരു കണ്ടീഷണബിൾ ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇടയ്ക്ക് പറഞ്ഞു ഡെറിവേറ്റീവ് ട്രേഡർ ആണെന്ന്. എന്താണ് ഈ ഡെറിവേറ്റീവ് ട്രേഡർ? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഷുറൻസ്, ഒരു ഇൻഷുറൻസ് ട്രേഡറാണ്. നമ്മൾ പറയുമ്പോൾ ഇൻഷുറൻസ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മാർക്കറ്റിലുള്ള ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു സെക്കൻഡ് ഫേസ് ഓഫ് ട്രേഡിങ്ങിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓളി നടക്കുന്നൊരു ട്രേഡിംഗ് മേഖലയാണ് ഡെറിവേറ്റീവ് മേഖല എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറയും. സോ ഞാൻ ബേസിക്കലി ഒരു ഓപ്ഷൻ ട്രേഡറാണ്. ഒരു ഓപ്ഷൻ മാർക്കറ്റിന് ട്രേഡ് ചെയ്യും. അത് ഇൻഷുറൻസ് മാർക്കറ്റിൽ കയറിപ്പോയാൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓപ്ഷൻ ട്രേഡ് ചെയ്യും, മാർക്കറ്റ് ഇറങ്ങിപ്പോയാൽ പ്രോഫിറ്റ് കിട്ടുന്ന ഓപ്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ ഡെറിവേറ്റീവ് ഓപ്ഷൻ ട്രേഡറാണ് ആക്ച്വലി എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ട്രേഡിങ് ഏറ്റവും കൂടുതൽ ഹിറ്റായത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ പലരും ട്രേഡിങ്ങിൻ്റെ ഇത് കാണിച്ചു ക്വിക്ക് ക്യാഷ് ഉണ്ടാക്കാം. അവരതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ നെഗറ്റീവ് സൈഡ്സ് എന്തുകൊണ്ടായിരിക്കും അവർ കാണിക്കാതിരിക്കുന്നത്? അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്, മോണിറ്ററി ബെനിഫിറ്റ് കാണും. ഇപ്പം കൂടുതൽ ല്യൂർ ചെയ്താൽ മാത്രമേ ആൾക്കാർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളെ അവധൂസ് സാധ്യ എന്ന് പറഞ്ഞ ഒരാളെ സെബി ബാൻ ചെയ്തു. 640 കോടി രൂപ അല്ല 540 കോടി രൂപ ഫൈൻ ഇട്ടു. 540 കോടി രൂപ അയാൾ കളക്ട് ചെയ്ത ഫീസ് 650 കോടി രൂപയാണ്. ആലോചിച്ചു, 650 crores. അപ്പം അത് ജസ്റ്റ് പ്രോഫിറ്റ് മാത്രം കാണിച്ചാണ്. ഞാൻ പറഞ്ഞില്ല, ഏത് ട്രേഡർക്കും അതിപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പോർട്ട്ഫോളിയോ 28% മൈനസിലാണ് ഈ വർഷം നിൽക്കുന്നത്. ഞാൻ നല്ലൊരു ബിഗ് ചങ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ എനിക്ക് പോർട്ട്ഫോളിയോ മൈനസിലാണ്. കാരണം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല, ഈ വർഷം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഇൻഡെക്സിനെ അവർ മാനേജ് ചെയ്തു, നിഫ്റ്റിയെ മാനേജ് ചെയ്തു, പക്ഷേ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിയാലും കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കഴിഞ്ഞ വർഷം റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എടുത്ത് നോക്ക്, 10-30% ലോസ് മാർക്കറ്റ് ഇറങ്ങി കിടക്കുകയാണ്. സോ ഇതെല്ലാം നമ്മളതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നും ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ അയ്യോ ഈ ലോസ് മാത്രമല്ലേ പ്രോഫിറ്റ്, എന്നാൽ അപ്പുറത്തൊരു പോസ്റ്റ് ഞാൻ ഇന്ന് വാങ്ങിച്ച ഈ ഷെയർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ചിലപ്പോൾ അയാൾ 10 മാസം മുമ്പേ വാങ്ങിച്ചിട്ട് വില ഇറങ്ങി കാത്തിരുന്ന് ഇന്ന് പ്രോഫിറ്റ് കിട്ടി വിറ്റതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എടുക്കും. തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബട്ട് ലൂർ ചെയ്ത ആൾക്കാർ എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡേഞ്ചറസ്. അവരെന്തെങ്കിലും മോഹത്തോടുകൂടി ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധിക്കണം, അവർക്ക് ട്രേഡിങ് കരിയർ ആക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു സത്യമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ തള്ളിക്കളയാനും പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട വേറൊരു കാര്യമാണ്, അവർ പ്രീ പ്ലാൻ ചെയ്ത ഒരു ചാർട്ടായിട്ട് ഒരു 10-12 ചാർട്ട് ഡയഗ്രാംസ് വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഈ ചാർട്ട് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് നോക്കൂ, ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുമോ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് നടക്കുന്നതാണ്. കാരണം നമുക്ക് എന്തിനൊരു സ്റ്റഡി വേണം, പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റോക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റോക്കാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ഡിക്സൺ എന്ന് പറയും. അങ്ങനെ കുറേ എല്ലാവർക്കും അറിയാം. ഡിക്സനെ കുറിച്ച് പറയുമ്പോൾ പലരും താഴെ കമൻറ്റൊക്കെ വേണമെങ്കിൽ ഇടും. അങ്ങനെയുള്ള കുറേ സ്റ്റോക്സ് ഉണ്ട്, ഡിക്സൺ ആയ അദാനി പോർട്ട് ആയിക്കോട്ടെ. അതിനെല്ലാം ഒരു പ്രോപ്പറായ ഒരു സ്റ്റഡി വേണം. ആ ഒരു സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്, ആ സ്റ്റോക്കിന് ഇപ്പോൾ എത്ര താഴെ നിൽക്കുന്നുണ്ട്, എത്ര ഹൈ വരെ പോയി, ഇങ്ങനെയുള്ള ഇപ്പം പഴയ സമയത്ത് ഇവിടെ വന്ന് മാക്ക തിരിച്ച് കയറിപ്പോയിട്ടുണ്ടോ, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ അത് ട്രേഡിംഗ് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ വർക്ക് ഇത് കൃത്യമായിട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പം ഭാവനയ്ക്ക് ഒരു ചാർട്ട് പോസ്റ്റ് ചെയ്യുന്നു, ഭാവന ഒരു ചാർട്ട് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സൈക്കോളജി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഭാവന വിചാരിച്ചിരിക്കുന്നത് ഭാവന 10 ദിവസം ഇത് ഹോൾഡ് ചെയ്യണം, ഞാൻ 5 ദിവസം ഹോൾഡ് ചെയ്യുന്ന ശേഷം 6 ദിവസം പറഞ്ഞാൽ ഇത് നടക്കില്ല, വിറ്റിട്ട് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് എത്ര സ്റ്റഡി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്താലും സ്റ്റിക്ക് ടു ദ പ്ലാൻ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ട്രേഡിങ്ങിൽ, സ്റ്റിക്ക് ടു ദ പ്ലാൻ. അങ്ങനെ ആമയും മുതൽ അവിടെ തന്നെ കിടക്കും, ആമ ഓടിക്കൊണ്ടിരിക്കും. ട്രേഡിങ്ങിൽ ഈ സ്ലോ ലേണേഴ്സ് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ട്രേഡ് ചെയ്ത് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നവരായിരിക്കും ലോങ് ടേമിൽ റൺ ചെയ്ത് പോകുന്നത്. എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും എല്ലാ കമ്പനീസും അങ്ങനെയാണ് പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ടെക്നിക്സ്, ടിപ്സ് അതൊക്കെ ശരിക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒന്നാണോ? ടിപ്സായിട്ട് ഞാൻ പറയാം, ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം എത്ര നാൾ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, 4 വർഷം പഠിച്ചു,
പുറത്തിറക്കി വിട്ട് ജോലി ചെയ്യുമ്പോൾ ആര് ജോലി ചെയ്യണം? ഞാൻ തന്നെ അത് ചെയ്യണം. സെയിം അതേപോലെ ടിപ്സ് എത്ര കാലം കൊടുക്കാൻ പറ്റും? അൾട്ടിമേറ്റ്ലി ഈ ടിപ്സ് കൊടുക്കുന്ന ഒരാൾ ഇപ്പോൾ എന്നോട് ബൈ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ ഫിഷിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ഒരു സെബി രജിസ്ട്രേഷൻ അനലിസ്റ്റിൻ്റെ ലൈസൻസ് എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ 3 കമ്പനീസ് ഓപ്പൺ ചെയ്യും. ഒരാളടുത്ത് പറയും നിങ്ങൾ ഈ ഷെയർ മേടിക്കുന്നു പറയും, വേറെ ആളടുത്ത് പറയും നിങ്ങൾ ആ ഷെയർ വിൽക്കുന്നു പറയും. ആര് പൈസ ഉണ്ടാക്കുന്നോ അവൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കറക്റ്റായി, നിങ്ങൾ എന്ത് ചെയ്യുക, ഫീസ് ഇത്ര തരിക. മറ്റേ ആളത്ത് പറയും നിങ്ങൾ ഇത്ര ലോസ് ആയില്ലേ, നിങ്ങൾക്ക് അടുത്ത ട്രേഡിൽ റിക്കവർ ചെയ്ത് തരാം, നിങ്ങൾക്ക് അത് ക്ലിയർ ആവുമെന്ന് പറയാം. അപ്പോൾ ഇതൊരു സർക്കിൾ ഓഫ് ജേണിയാണ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു ട്രേഡിങ്ങിൽ വിജയിക്കാൻ ഒരു ആക്സിസിൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ SBIയുടെ മാഗ്നം ഫണ്ട്, ഇങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിൽ കൊടുക്കുന്ന ഒരു ഫണ്ട് മാനേജർ അവിടെ കാണും. അയാൾ ഡിസൈഡ് ചെയ്യും ഈ ഷെയർ മേടിക്കണം, ഈ നിങ്ങൾ തരുന്ന പൈസ കളക്ട് ചെയ്ത് ഈ ഷെയർ മേടിക്കണം. ഇതൊക്കെ അവർ ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ അതേപോലെ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് ഈ പ്രൊഫഷണൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ടിപ്സ് കണ്ടുകഴിഞ്ഞാൽ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തനിക്ക് താനും പുരയ്ക്ക് തോന്നുന്നൊരു വാക്കുണ്ട്, അത് ഏറ്റവും ട്രേഡിങ്ങിലും എല്ലാത്തിലും ആപ്റ്റാണ്, അത് ഫോളോ ചെയ്യണം. ഈ ട്രേഡിങ്ങിനകത്ത് സേഫ് വേർഡ് അല്ലെങ്കിൽ സേഫ് എന്നൊരു വേർഡ് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഷെയറിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ പല ഓരോ ഷെയർസിനെ പറ്റി അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി പെനി സ്റ്റോക്സ് ഭയങ്കര സേഫ് ആണെന്ന്. ശരിക്കും പെനി സ്റ്റോക്സ് സേഫ് ആണോ? അല്ല. പെനി സ്റ്റോക്സിൽ ഞാൻ നല്ല ബൈ ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ഐ മെയ്ഡ് എ ഹ്യൂജ് മണി ഇൻ പെനി സ്റ്റോക്സ്. അത് 2020 കൊറോണ സമയത്ത് കിട്ടിയ എന്തുവാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മരുഭൂമി പെയ്ത മഴ പോലെ പോലെയാണ്. അപ്പോൾ പെനി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റോക്ക് ക്യാൻ ബി എ പെനി. ഇപ്പം ഫോർ എക്സാമ്പിൾ പല പെനി സ്റ്റോക്സ്, അദാനിയുടെ ഗ്രീൻ എനർജി സിസ്റ്റം ഉണ്ട്. അത് ആ സ്റ്റോക്സ് 25 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച് ട്രേഡ് ചെയ്തിട്ടുണ്ട്, 25 റുപ്പീസിന്. അത് 250 300 രൂപയ്ക്ക് കൊടുത്ത് സ്റ്റോക്സ് 2500 രൂപ പോയി. 20 റുപ്പീസിൽ നിന്ന് ആ സ്റ്റോക്ക് എത്ര രൂപ പോയി? അത് പെനി ബിക്കെയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ നേച്ചർ ഓഫ് അപ്രോച്ച്, അവരുടെ ബിസിനസ്, ഫ്യൂച്ചർ ഫോഡ്കാസ്റ്റുകളൊക്കെ എല്ലാം ഇത് വരും, ഈ പെനി വരും. അപ്പോൾ പെനി വാങ്ങിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പെനി വാങ്ങിച്ച് കടത്തിലെ ആൾക്കാരും അതിനെക്കാട്ടിയും കൂടുതലുണ്ട്. നമ്മൾ IT ബേസ്ഡ് കമ്പനീസിന് ബൂം വരാൻ കാരണം എന്താണ്? അതായത് അമേരിക്കയിലെ റേറ്റുള്ള കമ്പനികളിൽ മിക്കയിലും 50% എംപ്ലോയീസും മില്യനേഴ്സാണ്. എന്ത് പറ്റി? സ്റ്റോക്ക് ഓപ്ഷൻസ് കിട്ടിയതുകൊണ്ട്. അതൊരു ഇതാണ്. പെനി സ്റ്റോക്സ് നല്ലതാണ്, ബട്ട് കെയർഫുൾ. ഞാൻ ഇത്രയും നേരം ഇരുന്ന് ആലോചിച്ചത് എന്തായിരുന്നെന്നറിയോ? ഞാൻ ആക്ച്വലി വിചാരിച്ചുകൊണ്ടിരുന്നത് പെനി സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിന്റെ പേരാണെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി. ഓക്കെ, കുറേ അധികം ഇതിന് പെനി സ്റ്റോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇടയ്ക്ക് ഞാൻ കുറേ പേര് രാജു എഞ്ചിനീയർ എന്നൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു, എനിക്ക് പെനിയാണ്, അത് 2 രൂപ 5 രൂപയ്ക്ക് ബൈ ചെയ്യാൻ പറഞ്ഞത്. ഈ റേറ്റ് കുറഞ്ഞ സ്റ്റോക്കിനെ അതായത് ബിലോ 2 റുപ്പീസ് 1 റുപ്പീസ് ഒക്കെ ഷെയർസിനെ പറയുന്ന പേരാണ് ഈ പെനി സ്റ്റോക്സ് എന്ന് പറയും. ആ കമ്പനികളിൽ പ്രൊമോട്ടർ ചിലപ്പം 90% പ്രൊമോട്ടർ കയ്യിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ 90% അവൻ കണ്ടവൻ്റെ കൈ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ 10% ഷെയർ കാണുള്ളൂ. അതൊക്കെയാണ് ഈ പെനി സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതായത് വളരെ ലിമിറ്റഡ് ലയബിലിറ്റി ക്യാപിറ്റലൊക്കെ ഉള്ള ചെറിയ കമ്പനീസ്. പക്ഷേ അത് നല്ല ഗ്രോത്ത് വരും, അത് തെറ്റു പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പെനിക്ക് നമ്മൾ ഭൂമി 5 വർഷം പോലും ആയി, വന്ന് എത്ര വർഷമായി? 3 വർഷമായി. ടെസ്ല എങ്ങനെ കയറി പോകുന്നത്, അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെ ഷെയറിൻ്റെ വില എങ്ങനെ കയറി പോകുന്നത്, ഇതെല്ലാം പുതിയ ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പെനി ചിലപ്പോൾ നാളത്തെ എന്താവാം? മൾട്ടി ബാഗർ എന്നൊക്കെ പറയും. അതുകൊണ്ട് പെനി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഷെയർസാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു, ട്രേഡിംഗ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറുപ്പക്കാർ പോകുന്നത് ട്രേഡിങ്ങിലേക്കും ഇതിലേക്കുമാണ്. ഈ ട്രേഡിങ്ങിലേക്ക് കയറുന്ന ആൾക്കാർ ക്വിക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് സമ്പന്നരാവാന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ട്രേഡിങ്ങിൽ ശരിക്കും വിജയിക്കുമോ? ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമായിരുന്നു. എന്നുവെച്ചാൽ ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഒന്ന് സൈക്കോളജി. ഇത് രണ്ടും ഡെവലപ്പായാൽ മാത്രമേ നിങ്ങളെ പ്രോസസ്സ് കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾ എത്ര ഹോളികൾ നിങ്ങളെ കയ്യിൽ കൊടുത്താലും നിങ്ങൾ വിന്നിങ് റേഷ്യോ, ഒരു പ്രോപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്താൽ കൂടെ നിങ്ങൾ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഹാർഡ് വർക്ക്, പെർസിസ്റ്റൻസ് ആൻഡ് പെർസീവറൻസ് എന്ന് പറഞ്ഞ 3 വാക്കുണ്ട്. ആ 3 വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന ഹാർഡ് വർക്ക്, പേഷ്യൻസ് ആൻഡ് പെർസിസ്റ്റൻസ്, ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രോസസ്സ് വരും. ഈ പ്രോസസ്സ് നിങ്ങളെ സൈക്കോളജി ക്ലിയർ ആക്കും. അപ്പോൾ സൈക്കോളജി ക്ലിയർ ആക്കാൻ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എന്ത് വരും? എൻ്റെ പ്രോഡക്റ്റാണ് പ്രോഫിറ്റ്. പക്ഷേ ഇടയ്ക്ക് ഒരെണ്ണം പെട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ലോസസ് ആണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത്. ലോസ് ഇല്ലാത്ത ഒരു ട്രേഡർക്കും ജേർണി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അടുപ്പിച്ച് ഒരു 2-3 ലോസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതും ഹ്യൂജ് എമൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കൈ വിറക്കില്ലേ? അതാണ് പറഞ്ഞത്, നമ്മളെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ സിസ്റ്റം വരില്ല. ഇപ്പം എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ ലോസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ആവശ്യത്തിന് നിങ്ങൾ ബിസിനസ്സായി കണക്കാക്കുക. ഞാൻ എല്ലാ ആൾക്കാർക്കും പറയണത്, യു കൺസിഡർ ദിസ് ആസ് എ ബിസിനസ്. നിങ്ങൾ ഒരു പെട്ടിക്കട തുടങ്ങാൻ പോകുന്നു, നിങ്ങൾ 5000 രൂപ മുടക്കുന്നു.
നിങ്ങൾ വൈകിട്ട് എല്ലാ സാധനവും വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എത്ര നോക്കും? ഞാൻ 5000 രൂപ മുടക്കി, എൻ്റെ കയ്യിൽ 5800 രൂപ എല്ലാം കഴിഞ്ഞ് എനിക്ക് കിട്ടി. വീണ്ടും നിങ്ങൾ ഈ 5000 രൂപ സർക്കുലേഷൻ കൊടുക്കും. ഇവിടെ നിങ്ങൾ ആരും ചിന്തിക്കില്ല. കാരണം എന്തെന്നറിയാമോ? ഒന്ന്, നിങ്ങൾ ഇലക്ട്രോണിക്കലാണ് ക്യാഷ് പോകണം നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന്. ഈ ലോസ് ആയാലും പറയാം ചുവപ്പ് കളർ, പച്ച കളർ നല്ല രസമുണ്ട് കാണാം, അങ്ങനെ കൊണ്ട്. പക്ഷേ ഇവൻച്വലി നിങ്ങൾക്ക് ഇതൊരു ഫീല് കിട്ടുമ്പോൾ എപ്പോഴാണ്? നമ്മൾ കാലടിയിൽ മണ്ണൊലിച്ചു പോകുമെന്ന് പറയുമ്പോൾ അവസ്ഥയിൽ നമുക്ക് പൈസയ്ക്കൊക്കെ ആവശ്യം വരുമ്പോൾ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ മൈനസ്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ റിസ്ക് വരുന്നത്. അതുകൊണ്ട് അതൊരു ഫീലാവണം. നമ്മൾ തൊട്ട് കൊടുക്കുന്ന കാശല്ലേ, 10 രൂപയിൽ നമ്മൾ ചിലപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയും ബാർഗെയിൻ ചെയ്യാൻ പോകും. ഇവിടെ നമ്മൾ ഷെയറിന് ബാർഗെയിൻ ചെയ്യാറുണ്ടോ? ഇല്ല. കാരണം ഇത് ഫിസിക്കലായി പോകുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ മനസ്സിൽ ആ ഗ്രീഡ് ആൾറെഡി വർക്കാവും. ഗ്രീഡ് വർക്കാകുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് ഒക്കെ ഇങ്ങനെ പോവുള്ളൂ. അപ്പോൾ അത് വരണമെങ്കിൽ ആദ്യം എന്ത് വരും? കുറേ ലോസ് അടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ലോസുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക. എനിക്ക് വലിയ ലോസ് വന്നിട്ടുണ്ട്. ഞാൻ 3 വർഷം പിടിച്ചു എൻ്റെ വലിയ ലോസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. 3 വർഷം ആലോചിച്ചു. ഞാൻ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ ഒരു ഫംഗ്ഷനും പോയിട്ടില്ല. അപ്പം എനിക്ക് ആ ഒറ്റ വലിയ ലോസ് 6 മാസം കൊണ്ട് വെച്ചു. 6 മാസം സംഭവിച്ച ലോസ് റിക്കവറായി എനിക്ക് എത്ര വർഷം? എൻ്റെ 3 ഇയേഴ്സ്. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പ്രശ്നങ്ങൾ, മെൻ്റൽ അഗണി, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇതെല്ലാം ആ 3 വർഷം അനുഭവിച്ചു. അപ്പം അത് എൻ്റെ കെയർലെസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം എൻ്റെ ഉള്ള ഫണ്ടിൽ നിന്ന് ഫുള്ള് കൊണ്ടിട്ടിട്ട് ലോസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്തിൽ ട്രേഡ് ചെയ്യും? ആൾക്കാർ ചോദിക്കണം, ഇന്ന് 10 കൊടുക്കുക, നാളെ 10 കിട്ടുക. ഈ 10 പോയാൽ തിരിച്ച് 10 ഉണ്ടാക്കാൻ പറ്റുമോ? സോ അതുകൊണ്ട് റിസ്ക്, ഹൗ മച്ച് യു ക്യാൻ ലൂസ്, ആ ഒരു വാക്ക് മാത്രം ഓർത്താൽ മതി എന്ത് ട്രേഡിങ്ങിലും. ട്രേഡിങ്ങിൻ്റെ അപ്പം മോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഞാനതാണ് ഇപ്പം ഇടയ്ക്ക് ഞാൻ ഒന്ന് തെറ്റി വണ്ടി ഒന്ന് ട്രാക്ക് മാറി, അപ്പോൾ മാർക്കറ്റ് തന്നെ അടിക്കും, നല്ല അടി തരും. നീ ട്രാക്ക് മാറി, നീ ഇങ്ങോട്ടൊന്ന് മാറെന്ന് പറയും. പക്കാ മാർക്കറ്റ് പറയും. ഇതിനെല്ലാം സൈക്കോളജിക്കൽ കുറേ കാര്യങ്ങൾ. കാരണം ഇത് ഹ്യൂമൻ ബീയിങ്സാണ് ട്രേഡ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ മിഷൻസ് എന്ന് പറയുന്നത് മിഷൻസൊന്നും അല്ല. 90% ഹ്യൂമൻ മൈൻഡ് സെറ്റാണ് ട്രേഡ് ചെയ്യണത്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് അല്ല ഭാവനയുടെ ആയിരിക്കില്ല വേറെ ആൾക്കാരുടെ. ഇതെല്ലാം കൂടെ സമ്മിശ്രമായി വർക്ക് ചെയ്യുമ്പം ഇവഞ്ച്വലി എന്താണ്? ഇത് സൈക്കോളജിക്കൽ ട്രേഡ് സെറ്റപ്പാണ്. ഇപ്പോൾ ട്രേഡിംഗ് എന്താണ്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് സാധനം എന്തൊക്കെ മൈൻഡിൽ വെക്കണം നമ്മൾ പഠിച്ചു. ഇപ്പം ഇനി ട്രേഡിങ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനൊരു എമൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ, അത് എത്രയായിരിക്കും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും മിനിമം? അങ്ങനെ നിങ്ങൾക്കിപ്പോൾ 1 രൂപയുടെ ഷെയർ മേടിക്കാം, 100 രൂപയുടെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതൊരു ഡേ ട്രേഡിംഗ് ആയിരിക്കും. ഡേ ട്രേഡിങ് നമ്മൾ ഇന്ന് ഒരു ഡെറിവേറ്റീവിൽ ഡേ ട്രേഡിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ഒരു ക്യാപിറ്റൽ നിങ്ങൾ മാറ്റി വയ്ക്കുക. സപ്പോസ് ഒരു 10 lakhs നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടെന്ന് വെച്ചോ. അതിലൊരു 30% മുകളിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. കാരണം സ്റ്റിൽ യു ഹാവ് ടു ഹാവ് എത്രയാണ്? 70%. അത് നിങ്ങളുടെ റിസ്ക് ഫണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും തിരിച്ച് വരാൻ വേണ്ടി ആര് സഹായിക്കും? മറ്റവൻ സഹായിക്കും. മറ്റേത് നമ്മൾ 100ൽ 100 ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്യാപിറ്റലിൻ്റെ 30% കൂടുതൽ ആ ഒരു പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ പ്രോസസ്സ് 6 മാസം 4 വർഷം പഠിച്ചാലേ ഡിഗ്രി എഞ്ചിനീയറിംഗ് കിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും വിചാരിച്ചു വെച്ചാൽ 6 മാസം കൊണ്ട് ഐ ക്യാൻ ബിക്കം എ പ്രോ ട്രേഡർ. നടക്കില്ല. ഒരു വലിയ എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ചെറിയ എമൗണ്ടിലും എന്നെ അപ്രോച്ച് ചെയ്യുന്ന ചില, ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ ചെറിയ എമൗണ്ട് ഇട്ട് ട്രേഡിംഗ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിച്ച് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി, സൈക്കോളജി ഉണ്ടാക്കി ട്രേഡിങ്ങിന് വരുന്നവരുണ്ട്. അവർ നല്ല ക്യാപിറ്റലാണ്. ചിലർ ഫുള്ള് കൊണ്ടുവന്നിട്ട് പൈസ മൊത്തം കളഞ്ഞ് ആ ഒരു സിസ്റ്റം, ഞാൻ സെക്കൻഡ് കാറ്റഗറി ആയിരുന്നു, കൊണ്ടുവന്ന് മൊത്തം കളഞ്ഞിട്ടാണ് ഞാൻ ഈ സിസ്റ്റം എല്ലാം പഠിച്ചത്. എന്നാൽ ചില ആൾക്കാർ അത് വരാതെ തന്നെ, അത് പുതിയ തലമുറ, ഇപ്പോൾ എൻ്റെ ഏജ് അല്ലല്ലോ പുതിയ വരുന്ന തലമുറയ്ക്ക്. അപ്പം അവരെന്ത് വെച്ചാൽ അവർക്ക് ആ ഒരു വിഷൻ ടെക്നോളജി ഉണ്ട്. ഈ 2K കിഡ്സ് എന്ന് പറയും. ഞങ്ങളൊക്കെ 2K അല്ല, 80s കിഡ്സാണ്. സോ അപ്പം അവരെ സംബന്ധിച്ച് അവരെന്താണ്, അവർക്ക് കുറച്ചുകൂടെ വിഷനുണ്ട്. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ അവരിങ്ങനെ കുറേ കാൽക്കുലേഷനൊക്കെ വരും. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന പല കൊച്ചു പയ്യന്മാർ കുട്ടികളൊക്കെ, അവർക്ക് വ്യക്തമായ പ്ലാനുണ്ട്. അവരെ സമയത്ത് എനിക്കിതിനെക്കുറിച്ച് മണ്ണാൻ കണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ടെക്നോളജിയുടെ ഒരു വളർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അത് നമുക്ക് ഡെറിവേറ്റീവ് അപ്പോൾ എന്തായിക്കോട്ടെ നമുക്ക് പ്രോഫിറ്റബിൾ തരും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ട്രേഡിംഗ് ഒക്കെ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലായാലും ആപ്പിൾ സ്റ്റോറിലായാലും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആപ്പുകൾ എന്ന് പറഞ്ഞ് കുറേ അധികം ആപ്പുകളുണ്ട്. ഇതൊക്കെ സേഫ് ആണോ? ഉണ്ട്. SEBI അല്ലെങ്കിൽ SEBIയുടെയും NSEയുടെയും ലിസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. അവരുടെ ആപ്പുകൾ മാത്രമേ സേഫ് ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഫോറക്സ് എന്ന് പറയും, ഇല്ലീഗൽ, ഇപ്പോൾ ഇഷ്ടം പോലെ എത്രയോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓഹരി വിപണിയിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് 10 കോടി രൂപ 8 കോടി രൂപ ഒരാൾക്ക് ഇവിടെ പട്ടത്തുള്ള ഒരാൾക്ക് പോയി.
ഞാൻ അയാൾ വേറൊരു വഴി അപ്രോച്ച് ചെയ്ത സമയത്ത് അയാൾ ഒരു ട്രേഡിങ് ഒരാൾ പറഞ്ഞു സാറേ ഇത്ര രൂപ കോടിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അയാളുടെ ക്വാളിഫിക്കേഷൻ അയാൾ എഞ്ചിനീയറാണ്. എന്നിട്ട് ഒരാൾ പറഞ്ഞ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു, ഏതോ ഒരു ഡമ്മി അക്കൗണ്ട്. ആലോചിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള അംഗീകൃതമായ സെബി ആയിട്ടുള്ള NSE രജിസ്റ്റേർഡ് ഇഷ്ടംപോലെ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇപ്പം ഏഞ്ചൽ ബ്രോക്കിങ്, ആലിസ് ബ്ലൂ, 5 പൈസ, സെറോദ, ഗ്രോ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ. അത് അങ്ങനെയുള്ള ആപ്പുകൾ ഒറിജിനൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കുന്ന പൈസയ്ക്ക് സെബി എങ്കിലും ഗ്യാരണ്ടി പറയും. അപ്പോൾ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ആപ്പ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ അത് ഒരു ബ്രോക്കർ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അത് ചെയ്യുക. അപ്പം ഇപ്പോൾ ഗ്രോയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 5 പൈസ ആയിട്ടാണ് ടൈപ്പ് പോയി നിൽക്കണം. 5 പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ 5 പൈസ അത് ലിസ്റ്റഡ് ഷെയറാണ്. അവരുടെ ഷെയർ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ആപ്പുകൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിനകത്തുനിന്ന് ലിസ്റ്റഡ് അല്ലാത്ത ആപ്പുകളിൽ പൈസ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാം, മണി ട്രാക്ക് ചെയ്യാം, കിട്ടി. ഒരു വർഷം ഇന്ത്യയിൽ കണക്കും പ്രകാരം ഒരു 6000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ഫിഷിംഗ് ആപ്പ് വഴി പോകുന്നത്. ഇതേപോലെ ഓഹരി വിപണി, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഫോറക്സ് എന്നൊക്കെ പറഞ്ഞ് അതിൽ ഒരു 10% മുകളിൽ റിക്കവറി നടക്കുന്നില്ല. അത് സ്വാഭാവികമാണ്. സോ അറിഞ്ഞിട്ടും വീണ്ടും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാനീ കുറച്ച് മുമ്പ് പറഞ്ഞ വ്യക്തി ആദ്യം 2.5 കോടി രൂപ പോയിട്ടാണ് വീണ്ടും 4.5 കോടി കൊടുത്തത്. അപ്പോൾ ആലോചിച്ചു, വീണ്ടും കുഴിയിൽ തന്നെ ചാടയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് എന്താണ് 4.5 കോടി, എനിക്ക് 4.5 പോയ 2.5 പിടിക്കണം, ഈ 4.5 എനിക്കൊരു 10 ഉണ്ടാക്കണം. ആൾക്കാർ അങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി യുവർ എൻഡ് ഓഫ് യുവർ കരിയർ. അത് ക്ലിയർ ആക്കിക്കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ പോയി എന്ന് വിചാരിച്ചു വയ്ക്കാതെ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങൾ അറിയാതെ വന്നിരിക്കുന്ന ഒരാൾക്ക് എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് മനസ്സിലായി. കുറച്ചൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമുക്കിരുന്ന് ഇതെല്ലാം വിവരിച്ച് ചേട്ടൻ്റെ സ്വന്തം നഷ്ടങ്ങൾ വരെ പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ് ചേട്ടാ. അപ്പോൾ ഇത് കണ്ടിട്ട് പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്കും കുറച്ച് ഇൻസ്പയർഡ് ആവട്ടെ എന്ന് വിചാരിക്കാം, അല്ലേ? താങ്ക് യു ചേട്ടാ.